ബന്ധിപ്പിച്ച പരസ്യ പ്രതിഷേധത്തിലേക്ക് നമുക്ക് പോകാം. പ്രതിഷേധക്കാരായ സ്ത്രീകളുടെ വാക്കുകൾ തന്നെ നമുക്കൊന്ന് കേൾക്കാം. പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി നിൽക്കാതെ ഉപരി കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ ഇവിടുത്തെ പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്നതാണ്. ചില ആൾക്കാരുടെ ഒരുപിടി ആൾക്കാരുടെ തിട്ടൂരം അനുസരിച്ച് പോകുന്ന ഈ പ്രസ്ഥാനത്തിൽ ഞങ്ങളും പിടിച്ചത് ചെങ്കൊടിയാ. ഞങ്ങൾക്ക് ഈ കൊടി ഇവിടെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഈ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ പ്രസ്ഥാനത്തെ നശിപ്പിച്ച് സ്വന്തം പോക്കറ്റിലാക്കുന്ന അഴിമതിക്കാർക്കെതിരെയാണ് ഞങ്ങളുടെ പ്രസ്ഥാനം. ഞങ്ങളെക്കാളും ഈ പ്രസ്ഥാനത്തോടൊപ്പം തന്നെ നിൽക്കും. പക്ഷേ ഈ അഴിമതിക്കാരായിട്ടുള്ളവരെ ഈ പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് നിന്ന് മാറ്റിയേ പറ്റൂ. കരുനാഗപ്പള്ളി ഒന്നാകെ അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിട്ടുണ്ട്. പണവും സമ്പത്തും ബാറും മറ്റും ഉടമകളായി മാറിയിട്ടുള്ളവരാണ് ഇന്ന് ഈ പ്രസ്ഥാനത്തെ കരുനാഗപ്പള്ളിയിൽ നിയന്ത്രിക്കുന്നത്. ഇവരിൽ നിന്ന് മോചനം നേടിയേ പറ്റൂ. ഇത് പാവങ്ങളുടെ പ്രസ്ഥാനമാണ്. ആയിരങ്ങൾ ജീവൻ നൽകിയ പ്രസ്ഥാനമാണ്. പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി നിൽക്കാതെ ഉപരി കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ ഇവിടുത്തെ പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്നതാണ്. ചില ആൾക്കാരുടെ ഒരുപിടി ആൾക്കാരുടെ തിട്ടൂരം അനുസരിച്ച് പോകുന്ന ഈ പ്രസ്ഥാനത്തിൽ ഞങ്ങളും പിടിച്ചത് ചെങ്കൊടിയാ. ഞങ്ങൾക്ക് ഈ കൊടി ഇവിടെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഈ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ പ്രസ്ഥാനത്തെ നശിപ്പിച്ച് സ്വന്തം പോക്കറ്റിലാക്കുന്ന അഴിമതിക്കാർക്കെതിരെയാണ് ഞങ്ങളുടെ പ്രസ്ഥാനം. പ്രവീൺ പുരുഷോത്തമൻ, ഗുഡ് ഈവനിംഗ്. കൊള്ളരുതാത്തവരെ ഞങ്ങൾ ആരും അനുസരിക്കില്ല എന്നതാണ് ഇന്നലെ രാത്രിയിലെ പ്രതിഷേധത്തിൽ സ്ത്രീ സഖാക്കൾ, വനിതാ സഖാക്കൾ പറഞ്ഞത്. ഇന്ന് പകൽ നടന്ന പ്രതിഷേധത്തിൽ അവർ കുറച്ചുകൂടി ആഞ്ഞടിക്കുകയാണ്. പേരുകളടക്കം എഴുതിയ പ്ലക്കാർഡുകൾ നമ്മൾ ആ പ്രതിഷേധത്തിൽ കാണുകയാണ്. എങ്ങനെയാണ് ഈ പ്രതിഷേധത്തെ CPIM നോക്കിക്കാണുന്നത്? സംസ്ഥാനത്ത് മറ്റെങ്ങും കാണാത്ത രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇന്ന് കരുനാഗപ്പള്ളിയിൽ കണ്ടത്. കരുനാഗപ്പള്ളി അവിടെ ഒരു CPM ലോക്കൽ സമ്മേളനത്തിൽ ഉണ്ടായ തർക്കങ്ങൾ അത് പിന്നീട് CPIM കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിലേക്കുള്ള പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുന്നു. വനിതകളടക്കം 100-ൽ താഴെ CPIM അണികൾ CPIM ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ മുന്നിലേക്ക് എത്തുന്നു. പോലീസ് അവിടെ പ്രതിബന്ധം സൃഷ്ടിക്കുന്നു. എന്നിട്ടും അവർ ഏരിയ കമ്മിറ്റി നേതാക്കളെ കാണണമെന്ന് പറയുന്നു. ഈ കുലശേഖരപുരം CPIM ലോക്കൽ കമ്മിറ്റി സമ്മേളനത്തിൽ നിന്നാണ് ഈ വിവാദങ്ങൾ തുടങ്ങുന്നത്. അവിടെ ഈ ലോക്കൽ കമ്മിറ്റി സമ്മേളനത്തിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെയും ഒപ്പം മറ്റ് പ്രതിനിധികളെയും തെരഞ്ഞെടുക്കുന്ന ആ പ്രക്രിയയെ സംബന്ധിച്ചാണ് വലിയ പരാതി ഉണ്ടായത്. സാധാരണ CPMന്റെ സംഘടനാ രീതി വെച്ച് നോക്കുമ്പോൾ തർക്കങ്ങൾ സാധാരണ ഉണ്ടാകാറുണ്ട്. അത് ഈ പ്രതിനിധി സമ്മേളനത്തിൽ പറഞ്ഞു തീർക്കാറാണ് പതിവ്. അവിടെ ഉണ്ടാകുന്ന തർക്കങ്ങൾ ജില്ലാ നേതൃത്വം ഒപ്പം തന്നെ അവിടെ അത് വിലയിരുത്താൻ വരുന്ന സംസ്ഥാന നേതൃത്വം അതൊക്കെ പറഞ്ഞു തീർക്കാറാണ് പതിവ്. പക്ഷേ മുമ്പെങ്കും കാണാത്ത രീതിയിൽ അണികൾ പ്രത്യക്ഷത്തിൽ ഒരു സമരവുമായി CPIM ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തുന്നു. ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ മുമ്പൊരിക്കലും കാണാത്ത ഒരു കാഴ്ചയാണെന്ന് കരുനാഗപ്പള്ളിയിൽ കണ്ടത്. അത് പോലീസിനെ അവർ പ്രത്യക്ഷത്തിൽ വെല്ലുവിളിക്കുന്നു. പക്ഷേ ആ പോലീസിന്റെ പ്രതിബന്ധത്തെ മറികടന്നുകൊണ്ട് അവർ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നില്ല. പക്ഷേ അവർ അപ്പോഴും പറയുന്നത് പാർട്ടിക്ക് തങ്ങൾ വിധേയരാണ്, പാർട്ടിക്ക് മാത്രം, നേതാക്കൾക്കല്ല. അതാണ് അവർ പറയുന്നത്. CPIM കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി നേതൃത്വം ഈ തങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കണം, തങ്ങളെ കാണാൻ അവർ സമയം നൽകണം തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കരുനാഗപ്പള്ളി ഏരിയ നേതൃത്വമോ ഒപ്പം തന്നെ കൊല്ലം ജില്ലാ നേതൃത്വമോ CPM ജില്ലാ നേതൃത്വമോ ഇക്കാര്യത്തിൽ ഒരു പ്രത്യക്ഷ പ്രതികരണത്തിലേക്ക് വന്നിട്ടില്ല. CPIM കരുനാഗപ്പള്ളി ഏരിയ നേതൃത്വം ഇപ്പോഴും മൗനം പാലിക്കുകയാണ്. ഈ പാർട്ടി പ്രവർത്തകർ ഇന്നലെ തന്നെ ഒരു വിഭാഗം പറഞ്ഞത്, ഇന്നലെ അവിടെ ലോക്കൽ സമ്മേളനത്തിൽ അവിടെ അതിക്രമിച്ച് കയറിയത് പാർട്ടി അംഗത്വം ഇല്ലാത്തവരാണ് എന്നായിരുന്നു ഇന്നലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട നേതാവ് പറഞ്ഞത്. പക്ഷേ ഇവർ അതിനെ ഗണ്ണിച്ചുകൊണ്ട് പറയുന്നു, തങ്ങൾ ഉറച്ച പാർട്ടി പ്രവർത്തകരാണ്, അണികളാണ്, പാർട്ടി അംഗത്വം ഉള്ളവരാണ്. അതിൽ CITUവിന്റെയും ഒപ്പം തന്നെ വനിതാ ഭാരവാഹിത്വവും പാർട്ടിയിൽ ഉള്ളവരാണ്. അവരൊക്കെ തന്നെയാണ് ഇന്ന് CPIM ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് ഈ ഒരു പ്രതിഷേധ മാർച്ചുമായി പാർട്ടി നടപടി എന്താണ് എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. താങ്ക് യു പ്രവീൺ പുരുഷോത്തമൻ ആൻഡ് ദിലീപ് ദേവസ്യ. നമുക്ക് കൂടുതൽ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും പെട്ടെന്ന് വരാം.